ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു തെളിവില്ലാത്ത രീതിയിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരവര്. താൻ നന്നായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. വരുണോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ പോലെ എനിക്ക് പേടിയില്ലാന്ന്. ഞാൻ നോക്കിക്കോളാം. വരുൺ, എന്താ എന്താ നിങ്ങൾ ഈ നോക്കുന്നേ? നിങ്ങളിങ്ങോട്ട് ഓടി പോരുന്നത് കണ്ടു. ഞങ്ങൾ അതറിയാനാ ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? രാധികയെ കൊല്ലാൻ ഒരു ശ്രമം നടന്നു. കൊല്ലാനുള്ള ശ്രമോ? എവിടെ വെച്ച്? ഇവിടെ വെച്ച്, നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് വെച്ച്. കാര്യം എന്താന്ന് തെളിച്ചു പറ വരുൺ. ഞാൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. ഇവിടുന്ന് വലിയൊരു ചെടിച്ചട്ടിന്റെ തലയ്ക്ക് നേരെ വീണു. അയ്യോ, പെട്ടെന്ന് അവിടുന്ന് മാറിയതുകൊണ്ടാ എനിക്കൊന്നും സംഭവിക്കാത്ത. ഓ, സത്യം പറഞ്ഞ ഈ ടെറസിൽ ചെടി വളർത്തുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ചെടിക്ക് കാറ്റ് പിടിച്ചതോ മറ്റോ ആയിരിക്കും. കാറ്റ് പിടിച്ചതാണോ അതോ കാറ്റ് പിടിപ്പിച്ചതാണോ? അതാ എന്റെ സംശയം. വരുൺ, എന്ത് മണ്ടത്തരേ കാണിക്കുന്നേ? രാധികയുടെ മുമ്പിൽ ഒരു ചെടിച്ചട്ടി വീണു. ഒന്നും സംഭവിക്കാത്തത് ഭാഗ്യം. പക്ഷെ അതിന്റെ പേരിൽ കൊല്ലാൻ ശ്രമം നടന്നു എന്ന് പറഞ്ഞ് കൊലയാളിയെ തിരഞ്ഞു നടക്കാന്ന് പറഞ്ഞാ എവിടുന്ന് കിട്ടാനാ? അതെന്താ, ഈ കൊലയാളി അത്രയ്ക്ക് സുരക്ഷിതനാണോ? ആണോ ഏട്ടത്തി? അതെ, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇനിയിപ്പോ രാധികയെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തള്ളിയിട്ടെന്ന് പറയൂ? ഞങ്ങളെ അകത്തിരുന്നതേ ഏട്ടത്തിനടുത്താ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. ഒരു കാര്യം കണ്ടിട്ട് ചോദിക്കാൻ വന്ന ഞങ്ങളായി ഇപ്പൊ കുറ്റക്കാര്. നിങ്ങളെ ആരെയും കുറ്റം പറഞ്ഞില്ലല്ലോ. വരുണ് തോന്നിയൊരു സംശയം പറഞ്ഞു, അത്രല്ലേ ഉള്ളൂ. ആ സംശയം എവിടെയാ കൊള്ളിക്കുന്നെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ ഇപ്പൊ ആർക്കും എന്ത് വേണമെങ്കിലും പറയാലോ. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ചന്ദ്രേട്ടൻ ജയിലില്. ഒരു മകനുള്ളത് എവിടെയാണെന്ന് അറിയാൻ പോലും വയ്യ. നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. സഹിച്ചല്ലേ പറ്റൂ. ആ വിടരാതെ വാ. മോനെ, ചെറിയമേ, ഇവിടുന്ന് പോയെങ്കിലും അവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. തൽക്കാലം വേറൊന്നും പറയാൻ നിൽക്കണ്ട. ഗൗതം, നീ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും പോവാൻ നോക്ക്. വരും.
നോക്ക്, താൻ സൂക്ഷിക്കണം. ചെറിയച്ഛൻ ജയിലിൽ പോയതിന്റെ അവരുടെ പക മുഴുവൻ തന്നോടാ. ആ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ. ചെറിയച്ഛൻ ചെയ്ത തെറ്റിനല്ലേ ചെറിയച്ഛൻ ശിക്ഷിക്കപ്പെട്ടത്. എടോ, തെറ്റുകാർക്ക് അവര് ചെയ്ത തെറ്റൊന്നും മനസ്സിലാവില്ല. ഒരു തെളിവില്ലാത്ത രീതിയിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരവര്. താൻ നന്നായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. വരുണോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ പോലെ എനിക്ക് പേടിയില്ലെന്ന്. ഞാൻ നോക്കിക്കോളാം. വാ. ഈശ്വരാ. എന്റെ ഈശ്വരാ. ഏട്ടത്തി, തലനാരി ഇഴയ്ക്ക രാധിക രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇതെന്താ അമ്മേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്നു. അവിടെ ഇങ്ങോട്ട് വീഴാവുന്ന തരത്തില് ചെടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അപ്പൊ അത് താഴെ വീഴണമെങ്കില് ആരെങ്കിലും കരുതി കൂട്ടി ചെയ്യണ്ടേ? അത് തന്നെയാ എല്ലാവരുടെയും സംശയം. സംഭവം നടന്ന ഉടനെ വരുണും രാധികയും ടെറസ് മുഴുവൻ അരിച്ചു പെറുക്കി. ഒരാളെയും കാണാനില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാരണമൊട്ടും അറിയുന്നുമില്ല. അമ്മേ, ഇതേ പ്രിയങ്കയുടെ ആത്മാവിന്റെ പണി തന്നെയാ, ഒട്ടും സംശയിക്കണ്ട. എടുത്തി, എത്ര ലക്ഷണോ നമ്മൾ ഈ കാണുന്നത്. ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യത്തില് കൃത്യമായൊരു നിലപാടെടുത്തില്ലെങ്കിൽ ആർക്കാ എന്താ എപ്പോഴാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മേ, അവളുടെ ലക്ഷ്യം രാധിക തന്നെയാ. രാധിക വരുണിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് പ്രിയങ്കയുടെ ആത്മാവിന് സഹിക്കോ? എങ്ങനെയും കൊല്ലാൻ നോക്കില്ലേ? എടുത്തി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാധികയോടിപ്പോ ഒരു വിരോധമില്ല. രാധിക വരുണിന്റെ ഭാര്യയായതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ രാധികയോട് പക തീർക്കാൻ നടക്കുന്ന ഒരാത്മാവ് കൂടെയുള്ളവരോട് പക വീട്ടില്ലേ? ഏട്ടനും വയസ്സായ നമ്മുടെ അമ്മയ്ക്കും എന്തിന് ഏട്ടത്തിക്കാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാ നമ്മൾ എന്ത് ചെയ്യും? അമ്മേ, വേറൊന്നും ആലോചിക്കാനില്ല. രാധികയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാ നമുക്ക് നല്ലത്.